ഹായ് ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. കരിയറുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എങ്ങോട്ട് പോകണം ആഫ്റ്റർ SSLC എന്നുള്ള ചിന്തയാണ്. SSLC വരെ പല രീതിയിലും ഉരുണ്ട് മറിഞ്ഞ് ചില കുട്ടികൾക്ക് ഗൈഡൻസ് നന്നായി കിട്ടുന്നുണ്ട്, വളരെ കുറഞ്ഞ കുട്ടികൾക്ക് ഗൈഡൻസ് തീരെ കിട്ടുന്നില്ല. പാരൻ്റ് എല്ലാ കാര്യത്തിലും അറിവുള്ളവരാണെങ്കിൽ നല്ല രീതിയിൽ ട്യൂഷനൊക്കെ നേടി നല്ല മാർക്ക് നേടി നല്ല രീതിയിൽ ലക്ഷ്യബോധത്തോടു കൂടി പോകുന്നവരുണ്ട്. എന്നാൽ 10ാം ക്ലാസ് എത്തിക്കഴിഞ്ഞാലും ലക്ഷ്യമൊന്നുമില്ല. നിനക്ക് എന്താവണമെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഒരുപക്ഷെ നമ്മളിൽ ഭൂരിപക്ഷം ആളുകളും ഇത്തരത്തിലുള്ള ചിന്തയുമായി നടക്കുന്നവരാണ്. കൃത്യമായിട്ട് നമ്മളോട് +2 പോകുന്നതിന് മുമ്പ് കുട്ടി ചോദിക്കും, സർ, ഒരു അധ്യാപകൻ എന്ന നിലയിൽ പലപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമാണ്. കുട്ടികൾ വന്നിട്ട് ചോദിക്കും, സർ, എനിക്ക് ഏതാണ് നല്ലത്, ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്, ഞാൻ ഏത് വിഷയമാണ് എടുക്കേണ്ടത്. SSLC കഴിഞ്ഞ് ഞാൻ +2 ഹ്യൂമാനിറ്റീസ് എടുത്ത് അല്ലെങ്കിൽ കൊമേഴ്സ് എടുത്ത് അല്ലെങ്കിൽ സയൻസ് എടുത്ത് എനിക്ക് ഏത് ജോലി കിട്ടും? എളുപ്പത്തിൽ പണം ഉണ്ടാക്കണം, ഒരുപാട് പഠിക്കാൻ വയ്യ. കുട്ടികളുടെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ വന്നു. ബീറ്റാജൻ എന്ന് പറയുന്ന ന്യൂ ജനറേഷൻ, അവർക്ക് താല്പര്യം കുറഞ്ഞ കാലയളവിൽ മാത്രം പഠിച്ച് കൂടുതൽ സാലറി കിട്ടുന്ന ജോലി കിട്ടണം, എളുപ്പത്തിൽ പണം ഉണ്ടാക്കണം. അത്തരത്തിലുള്ള ജനറേഷനോട് എനിക്ക് പറയാനുള്ളത്, സ്മാർട്ട് വർക്ക്, ഹാർഡ് വർക്ക് രണ്ട് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു നാളെ, നല്ലൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ജോലി അത് നിലനിന്നുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ക്രിയാത്മകമായ ഇടപെടലുകൾ എഡ്യൂക്കേഷനിൽ നടത്തേണ്ടതുണ്ട്. ഒരു കുട്ടി വന്നിട്ട് അങ്ങാടിയിൽ വന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്, അല്ലെ എന്നോട് ചോദിക്കുകയാണ്, സാർ, എനിക്ക് എങ്ങോട്ട് പോയാലാണ് എനിക്ക് ഏറ്റവും കയറാൻ പറ്റുന്ന ബസ് ഏതാണെന്ന് ചോദിക്കുന്നു. ആ കുട്ടിയോട് ഞാൻ എന്താണ് ഉത്തരം പറയേണ്ടത്? സാറേ, എനിക്ക് ഇവിടെ നിന്ന് കയറാൻ പറ്റുന്ന ഏറ്റവും നല്ല ബസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എനിക്കൊരു ഉത്തരമില്ല. കാരണം ഇഷ്ടംപോലെ ബസ് വരുന്നുണ്ട്, എല്ലാം നല്ല ബസ്സുകളാണ്. ചോദ്യത്തിൽ പൂർണ്ണത കുറവ് കാണാൻ സാധിക്കുന്നു. ആ കുട്ടിയോട് നമ്മൾ പറയാനുള്ളത്, കുട്ടി, ആ ചോദ്യം ഒന്ന് മാറ്റി പിടിച്ചാൽ വളരെ നന്നാവും. നിനക്ക് എങ്ങോട്ടാണ് പോവേണ്ടത് എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തിയാൽ അതിനെ അനുസരിച്ച് എനിക്ക് നന്നായിട്ട് നിന്നെ ഗൈഡ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന്, സാർ, എനിക്ക് കോഴിക്കോട്ടേക്ക് പോകണം, ഏതാണ് ഏറ്റവും നല്ല ബസ്, എളുപ്പം അവിടെ എത്താൻ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അവിടെ എത്താൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് ഉത്തരമുണ്ട്. അല്ലാതെ പക്ഷം എനിക്ക് ഉത്തരമില്ല. കാരണം എനിക്ക് പോകാൻ ഏറ്റവും നല്ല ബസ് എന്തുദ്ദേശത്തിലാണ്? അവിടെ ലക്ഷ്യമില്ലാതെ ചോദിക്കുന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരം. കുട്ടികളോട് ഞാൻ പറയുന്നത് പലപ്പോഴും, സാർ, ഏറ്റവും നല്ല കോഴ്സ് ഏതാണ് എടുക്കാൻ എന്ന് ചോദിക്കുന്നവർക്ക് നമുക്കൊരു ഉത്തരവും കൊടുക്കാൻ കഴിയില്ല. SSLC കഴിഞ്ഞാൽ കുട്ടിയുടെ ടേണിംഗ് പോയിന്റ് തന്നെയാണ്. ആ SSLCയിൽ നല്ല മാർക്ക് വാങ്ങണം, നല്ലൊരു ജോലിയിലേക്ക് എത്തുന്ന രീതിയിൽ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിക്കാതെ എത്തണമെന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കുന്ന കാര്യമില്ല. പഠിക്കണം, ഒത്തിരി കഷ്ടപ്പെട്ടാൽ മാത്രമേ വിജയത്തിലെത്തും. ഏത് കോഴ്സിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഏത് കോഴ്സ് എടുത്താലും നല്ല ജോലി കിട്ടും. ഗവൺമെൻറ് ജോലി കിട്ടണമെങ്കിൽ അത് കിട്ടും, നല്ല IAS വരെ എടുക്കണമെങ്കിൽ അത് കിട്ടും. പക്ഷേ പഠിക്കണം, ഏതെടുത്താലും പഠിക്കണം. അതാണ് ഒന്നാമതായിട്ട് എനിക്ക് അവരോട് പറയാനുള്ളത്. നമ്പർ 2, നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ SSLC കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ സെലക്ട് ചെയ്യുന്നത് +2 തന്നെയാണ്. +2 എന്ന് പറയുമ്പോൾ മെജോറിറ്റി ഒഴിവുകൾ അതുമായി ബന്ധപ്പെട്ട് വരും. +2ലേക്ക് തന്നെ പോകുമ്പോൾ 3 സ്ട്രീമുകൾ നമുക്ക് കാണാൻ സാധിക്കും. 3 സ്ട്രീമിൽ മെയിനായിട്ടും 1 സയൻസ് തന്നെ, 2 കൊമേഴ്സ്, 3 ഹ്യൂമാനിറ്റീസ്. ഇതിൽ ഒരുപാട് സബ് ടോപ്പിക്കുകൾ വേറെയുണ്ട്. ഉദാഹരണത്തിന് സയൻസ് എടുക്കുന്ന കുട്ടി മാത്സ്, സയൻസ്, ബയോ സയൻസ് ഉണ്ടാവും, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അതേസമയം കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നതിൽ ബയോളജി ഉണ്ടാവില്ല. അപ്പോൾ ഒരു കുട്ടി സയൻസ് എടുത്ത് പഠിക്കുന്നു,
പക്ഷേ പിന്നീട് ആ കുട്ടിക്ക് മെഡിക്കൽ എൻട്രൻസ് എഴുതാൻ പറ്റണമെങ്കിൽ ആ കുട്ടി ബയോളജി സയൻസ് തന്നെ എടുക്കണം. അതേസമയം ആ കുട്ടിക്ക് കമ്പ്യൂട്ടറിൽ പോയാൽ മതി, കമ്പ്യൂട്ടറിൽ വലിയ എഞ്ചിനീയർ ആയാൽ മതി എങ്കിൽ ആ കുട്ടിക്ക് ബയോളജി സയൻസ് പഠിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അത്തരത്തിൽ കുട്ടിയെ കാറ്റഗറൈസ് ചെയ്ത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. SSLCയിലെ ശേഷം +2 സയൻസ് എടുക്കുന്ന കുട്ടിക്ക് ഒരുപാട് മേഖലയിലേക്ക് ഒരു അങ്ങാടിയിൽ, കോഴിക്കോട് അങ്ങാടിയുടെ നടുമധ്യത്തിൽ കയറി നിന്ന് എങ്ങോട്ട് വേണമെങ്കിലും പോവാമെന്നുള്ള രീതിയിലുള്ള റോഡുകൾ, കൊച്ചിയിലേക്ക് പോകണമെങ്കിൽ അങ്ങോട്ടാവാം, തിരുവനന്തപുരേക്ക് ആണെങ്കിൽ അങ്ങോട്ട്, കണ്ണൂരേക്കാണെങ്കിൽ അങ്ങോട്ട്, മലപ്പുറമാണെങ്കിൽ അത്, വയനാടാണെങ്കിൽ അത് എന്നുള്ള രീതിയിൽ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും തിരിയാൻ പറ്റുന്ന രീതിയിൽ നമ്മളൊരു ജംഗ്ഷനിൽ നിൽക്കുമ്പോഴാണ് ബയോ സയൻസ് എടുത്ത കുട്ടിയെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. ബയോളജി സബ്ജക്റ്റായിട്ട് എടുത്തത് കൊണ്ട് തന്നെ ഡിഗ്രിക്ക് വേണമെങ്കിൽ അങ്ങനെ പോകാം. അതല്ല നല്ല രീതിയിലുള്ള വലിയൊരു കാൽവെപ്പ്, അതിനുശേഷം ഡോക്ടർ, എഞ്ചിനീയർ, ഏത് മേഖലയിലേക്കും ഒരു പ്രശ്നവുമില്ലാതെ കടക്കാൻ ഇത് സഹായിക്കുമെന്നുള്ളതാണ് ഏറ്റവും നമ്പർ 1 ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം. ഈ കുട്ടി പിന്നീടുള്ള പഠനത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുകയും തൻ്റെ ബുദ്ധി അല്ലെങ്കിൽ തൻ്റെ കപ്പാസിറ്റി, തൻ്റെ പഠിക്കാനുള്ള ബേസിക് നോളജുകൾ എത്രത്തോളം ഉണ്ട് എന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ മാത്രമേ സയൻസിൽ ആ കുട്ടിക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ. ഒരു വിധത്തിലും സയൻസ് മുഖ്യമാണ്, ഭയങ്കര സംഭവമാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. ഒരുപാട് ചാൻസുകൾ അതിനകത്തുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതുപോലെ കൊമേഴ്സിൻ്റെ കാര്യത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് മേഖലകൾ, ബിസിനസ് മേഖലകൾ, സ്വന്തമായിട്ട് ഓണ്ടർപ്രണർ ആവണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടിയിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന CA പോലെയുള്ള വലിയ കോഴ്സുകളിൽ വലിയ തൻ്റെ ഒപ്പിന് അത്രമേൽ വില മതിക്കുന്ന സംഭവം കിട്ടുന്ന ഒരു ജോബ്, ലക്ഷങ്ങളുടെ സാലറി കിട്ടുന്ന ജോബ്, അതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വിഭാഗം തന്നെയാണ് കൊമേഴ്സ്. അതിനകത്തും മാത്സ് കൊമേഴ്സ് എന്ന് പറയുന്നതിൽ മാത്സിൽ നല്ല ടാലൻറ്റഡ് ആയിരിക്കണം. കമ്പ്യൂട്ടർ കൊമേഴ്സ് ഉണ്ടെങ്കിൽ കൂടി ഈ കുട്ടിക്ക് പിന്നീട് അങ്ങോട്ടുള്ള വലിയ മേഖലകളിലേക്ക് CA എന്ന് പറയുന്ന CMA ആയാലും ACCA ആയാലും ഒക്കെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ കുട്ടിയുടെ മാത്തമാറ്റിക്കൽ എബിലിറ്റി എന്ന് പറയുന്ന ഒരു കഴിവ് നല്ല രീതിയിൽ വേണം. ഈ കഴിവില്ലാത്തിടത്തോളം കാലം ആ കുട്ടിക്ക് വെറും കൊമേഴ്സ് കൊണ്ട് എവിടെ എത്തിച്ചേരാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സോ കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു ഈസി സബ്ജക്റ്റ് അല്ല, പഠിക്കാൻ ഒത്തിരി ഉണ്ട്. എവിടെയും കിട്ടാത്ത, സയൻസ് കിട്ടാത്തവൻ പോയി എടുക്കുന്ന ഒരു വിഭാഗത്തിൽ പലപ്പോഴും കൊമേഴ്സ് വരാറുണ്ട്. അങ്ങനെ ആവരുത്. നമ്മൾ കുട്ടികൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോക്കസ് ചെയ്യുക, ഗോൾ സെറ്റ് ചെയ്യുക, അതിനുശേഷം അതിൻ്റെ കറക്റ്റായ രീതിയിലുള്ള ഒരു പാത്വേ സ്വീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് അവിടെ ചെയ്യാനുള്ളത്. ഹ്യൂമാനിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹ്യൂമാനിറ്റീസിൽ നമുക്കെപ്പോഴും സാധ്യതകൾ കുറവാണ് എന്നാണ് പലരുടെയും ചിന്താഗതി. എൻട്രൻസ് എഴുതാനുള്ളതെല്ലാം സയൻസിലാണ് എന്നുള്ള ചിന്തയുള്ള രക്ഷിതാക്കളും കുട്ടികളും ധാരാളമുണ്ട്. എൻട്രൻസ് കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസിനും ഒക്കെയുള്ള കുട്ടികൾക്കും എൻട്രൻസ് എഴുതാൻ സാധ്യത ഒരുപാടുണ്ട്. അത്തരത്തിലുള്ള എൻട്രൻസ് പരീക്ഷകളിലൂടെ ഏറ്റവും വലിയ കോളേജുകളിൽ നല്ല രീതിയിൽ പഠിക്കാൻ കപ്പാസിറ്റി നേടാൻ സാധിക്കും. നമ്മളെ കുട്ടികളിൽ ഇത്തരത്തിൽ ഹ്യൂമാനിറ്റീസ് എടുത്ത കുട്ടികളിൽ ഒരുപാട് ഫുൾ A+ കിട്ടി. ആ കുട്ടി ഹ്യൂമാനിറ്റീസ് എടുത്തത് എന്തിനാണെന്ന് നാട്ടിലുള്ള പലരും ചോദിക്കുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. സത്യത്തിൽ അങ്ങനെയല്ല. ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നതിലൂടെയാണ് ഒരു കുട്ടിയുടെ, ആ കുട്ടിയിൽ ഉണ്ടാവേണ്ട സിവിൽ സർവീസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ നമ്പർ 1 ഹൈ പോസ്റ്റ്, കീ പോസ്റ്റ് എന്ന് പറയുന്നതിൽ എത്തിച്ചേരാൻ കപ്പാസിറ്റി ഉള്ള രീതിയിൽ നമുക്ക് നേടാൻ സാധിക്കുന്നത് ജസ്റ്റ് ഹ്യൂമാനിറ്റീസിലെ കുട്ടിക്കാണ്. ഇനി സയൻസുകാരനും പറ്റും, പക്ഷേ സയൻസുകാരൻ എങ്ങോട്ട് വേണമെങ്കിലും പോകാം, അവൻ്റെ ലോകം വിശാലമാണ്. അതേസമയം ഹ്യൂമാനിറ്റീസിലെ കുട്ടിക്ക് അതിൽ നന്നായിട്ട് പഠിച്ച് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റായിട്ട് ഇന്ത്യയുടെ
അഡ്മിനിസ്ട്രേഷൻ സർവീസിൽ, IAS, IPS പോലെ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഏറ്റവും നമ്പർ 1 ആയിട്ട് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു കോഴ്സ് ഹ്യൂമാനിറ്റീസ്. അതിലൊരുപാട് ഭേദങ്ങളുണ്ട്, ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അത്തരത്തിലെ വിഭാഗങ്ങളിലേക്ക് നമ്മൾ പോയി അതിനാവശ്യമായ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ, കോച്ചിങ്ങുകൾ നടത്തിക്കഴിഞ്ഞാൽ കുട്ടിയിൽ നമ്മൾ കാണാൻ പോകുന്നത് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളും അത്തരത്തിലുള്ള വിജയങ്ങളുമായിരിക്കും. ഓർക്കുക, നമ്മൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നത് ഏറ്റവും കൂടിയ മാർക്ക് കിട്ടി ഫുൾ A+കാരൻ പോയി സയൻസ് എടുക്കട്ടെ. ഫുൾ A+ൻ്റെ തൊട്ട് താഴെ ഒരു 8A+, 7A+, 6A+ ഉള്ള ആൾ പോയി കൊമേഴ്സ് എടുക്കട്ടെ. 4, 2, 3 A+ ഉള്ളവൻ പോയി ഹ്യൂമാനിറ്റീസ് എടുക്കട്ടെ. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ പാരൻസിൽ, നമ്മുടെ കുട്ടികളിൽ ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. നമ്മൾ ഓർമ്മിക്കുക, നമുക്ക് സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും ഇതിലെല്ലാം പെർഫോം ചെയ്യാൻ പറ്റും. ഏറ്റവും പെർഫെക്റ്റായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്നത് വൻകിട സാധ്യത. അപ്പം നമുക്ക് നല്ലൊരു ഭാവിയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത് 10ാം ക്ലാസ്സിലുള്ള കുട്ടി, അല്ലെങ്കിൽ 10 കഴിഞ്ഞ ഉടനെ തന്നെ ആ കുട്ടി തീരുമാനിക്കേണ്ട ടേണിംഗ് പോയിന്റിൽ ആ കുട്ടി തീരുമാനിക്കേണ്ട കാര്യം, ഞാൻ എന്തിനു വേണ്ടി, ഏതിലേക്ക് ഞാൻ പോകണം, അതിനുള്ള അഭിരുചി എനിക്ക് ഏതാണുള്ളത് കണ്ടുപിടിക്കണം. എനിക്കുള്ള ആറ്റിറ്റ്യൂഡ്, എൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി എൻ്റേതായിട്ടുള്ള കഴിവുകൾ ഞാൻ കണ്ടെത്തിയാൽ മാത്രമേ ഫോക്കസ് ചെയ്ത് പഠിച്ച് എനിക്കെത്താൻ കഴിയുള്ളൂ. സോ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മളെ ഗോള് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിലേക്ക് എത്തിച്ചേർന്ന് ഏറ്റവും പെർഫെക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാം. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഫർദർ ഇത്തരത്തിലുള്ള ഏതൊരു ആവശ്യത്തിലേക്കും ഈ ഒരു ചാനൽ നിങ്ങളോടൊപ്പം ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. സി യു. ബൈ.